കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഡൽഹി ജന്തർ മന്ദിറിലും സമീപ പ്രദേശങ്ങളിലും കൊടുമ്പിരി കൊള്ളുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്ന് വാഹനം കയറി നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും കേരളത്തിൽ നിന്നുള്ള ചില പ്രതിഷേധക്കാരെ കൂടി നമുക്ക് പരിചയപ്പെടാം. എവിടുന്നാ വന്നേ? ഞാൻ മലപ്പുറം എറണാകുളം. ഈ പ്രതിഷേധത്തിനായിട്ട് നാട്ടിൽ നിന്ന് വണ്ടി പിടിച്ചു വന്നതാണ്? അതെ, ഈ വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ഈ സമരത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന താല്പര്യം. നാളേക്കുള്ള സമരമാണിത്, നമുക്ക് ഭാവിയിലേക്കുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഞങ്ങളുടെ കൈപ്പറ്റും കൂടി കേൾക്കണമെന്ന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പേപ്പർ സൂക്ഷിക്കാൻ കഴിയാത്ത സർക്കാർ എങ്ങനെയാണ് ബാക്കി പീപ്പിൾസിനെ സംരക്ഷിക്കുക എന്നുള്ള സംശയമാണ് തന്നെ ഞങ്ങൾക്കുള്ളത്. തന്നെ ഉള്ളൂ. എന്താ പറയാം? ഈ ഒരു സർക്കാർ മാറണം. ആക്ച്വലി ഇത് നീറ്റിന്റെ വിഷയം വേണ്ടി മാത്രമല്ല ഇവിടെ വന്നത്. ഓക്കെ, സോ കഴിഞ്ഞ തിങ്കളാഴ്ച ഇവര് ലാത്തി ചാർജ് ചെയ്ത്. സോ നമ്മ പണ്ട് മുതലേ പഠിച്ചത് എവരി ഇന്ത്യൻസ് മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ എന്റെ സിസ്റ്റേഴ്സിനെ ബ്രദേഴ്സിനെ ലാത്തി ചാർജ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം, ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അതിന് വേണ്ടിയാണ് ഇവിടെ വന്നേക്കുന്നത്. സോ തീർച്ചയായും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതുകൂടാതെ ഈ ഗവൺമെന്റ് മാറിയേ പറ്റുള്ളൂ. ഇന്ത്യന്റെ സ്ട്രെങ്ത് എന്ന ഡൈവേഴ്സിറ്റിയാണ് അതിന്റെ കൾച്ചേഴ്സ്. ഇതാ ആ ഡൈവേഴ്സിറ്റിയാണ് കഴിഞ്ഞ 10 വർഷം മോദി ഇല്ലാതാക്കുന്നത്. കഴിഞ്ഞ ദിവസേ പ്രധാനമന്ത്രി ഇൻസ്റ്റഗ്രാമിലൂടെയും എക്സിലൂടെയൊക്കെ യുവാക്കളെ അഭിസംബോധന ചെയ്തു. അതായത് ഞങ്ങൾ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരിക്കും വില പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ജന്തർമന്ദിറിൽ വന്നപ്പോൾ? ഒരിക്കലും വില പോയിട്ടില്ല. അത് പ്രത്യേകം 12 വർഷത്തിൽ ആദ്യമായിട്ടാണ് മോദി അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. അതിനർത്ഥം മോദിനുള്ളിൽ ഭയമുണ്ടെന്നാണ്. നമ്മുടെ യുവാക്കളുടെ റവല്യൂഷനെതിരെ ഭയമുണ്ട് മോദിക്ക്. സോ നമ്മൾ ഈ നീറ്റിന്റെ വിഷയം മാത്രമല്ല, ഈ ഗവൺമെന്റിനെ തന്നെ മാറ്റണം. ഗവൺമെന്റ് ഫണ്ടമെന്റലി കറക്റ്റഡ് ആണ്. സോ ഗവൺമെന്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഇപ്പോൾ കറക്റ്റഡ് ആണ്. ഇഡി കറക്റ്റഡ് ആണ്. ഈവൻ സുപ്രീം കോടതി കറക്റ്റഡ് ആണ്. ഈവൻ മീഡിയ, ഗോദി മീഡിയ കംപ്ലീറ്റ്ലി കറക്റ്റഡ് ആണ്. സോ പാർലമെന്റ് MP-മാരെ പൈസ കൊടുത്ത് പൈസ ഓടിക്കുന്നത് ഇതൊരിക്കലും ഡെമോക്രാറ്റിക്സ് അല്ല, മറ്റ് സിസ്റ്റമാറ്റിക് എഞ്ചിനീയർ ഡിക്റ്റേറ്റർഷിപ്പാണ് ഇത്. സോ ഇതിന് മറ്റുള്ള രാജ്യങ്ങളുടെയും പല അമേരിക്ക പോലെ രാജ്യങ്ങളുടെ കൈകളും ഉണ്ട്. സോ നമുക്ക് ഈ ഒരു ഗവൺമെന്റ് മാറ്റി നല്ലൊരു ഗവൺമെന്റ് വെച്ചേ പറ്റുള്ളൂ. ഈ സമരം തുടരുന്നത് വരെ ഇവിടെ ഉണ്ടാവും? അതുതന്നെ ഉണ്ടാവും. ഈ നാട്ടിലുള്ള മക്കളോട് പറയാനുള്ള, മക്കളെ ഏറ്റവും പെട്ടെന്ന് കയറി വരിക. ഇത് നമുക്കുള്ള കൂടെ അടുത്ത വർഷം നിങ്ങളുടെ പരീക്ഷ പേപ്പർ ലീക്ക് ആവുന്ന യാതൊരു ഉറപ്പുമില്ല. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്കായിട്ടുള്ളതാണ്. അതാണ് ഭാവി തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് നാട്ടിൽ നിന്നടക്കം ആളുകൾ ഇങ്ങോട്ടേക്ക് വണ്ടി പിടിച്ചു വരുന്നത്, പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നിന്നും അമൽ ജോണിനോടൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ.